മാതൃവേദി ചെറുപുഴ മേഖലയുടെ ആഭിമുഖ്യത്തിൽ നസ്രാണി ഫെസ്റ്റ് നടത്തി. വിവിധ യൂണിറ്റുകളിൽ നിന്നും ക്രിസ്തീയ പലഹാരങ്ങൾ പ്രദർശനത്തിൽ എത്തിച്ചു. ചെറുപുഴ ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യമേ ഇതിനെപ്പറ്റി എനിക്കൊരു വലിയ താല്പര്യമൊന്നും ഞാൻ മനസ്സുകൊണ്ട് കാണിച്ചു. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആദ്യമേ ഞാൻ ഓർത്തു ഇതെന്തിനാ ഈ ഒരു മത്സരം ഇങ്ങനെ ഇത് ആകെ എന്താണ് ഇതിൻ്റെ. ഇന്നലെ ഞാൻ ഇവിടുത്തെ മദറിനെ വിളിച്ച് ചോദിച്ചു ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താ എന്നാണ് ഞാൻ മദറിനോട് ചോദിച്ചത്. അതായത് ഒരു മത്സരം നടക്കുമ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ട ഇത് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. അപ്പം മദർ കുറേ കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്തേലും പങ്കെടുക്കാൻ ഒക്കെന്ന് വിചാരിച്ചിട്ട് ഞാൻ മദറിനെയും ഇവിടുത്തെ ടീം അങ്ങനെ പറഞ്ഞു പോയത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ അമ്മമാരുടെ തന്മയ ഭാവത്തോടു കൂടിയുള്ള നല്ല പലഹാരങ്ങൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അമ്മമാരുടെ ആ വലിയ കഴിവ്, ഈ ഭക്ഷണം പാചകം ചെയ്യാൻ അല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കുവാനുള്ള ഈ വലിയൊരു കഴിവ് ഇതിപ്പോൾ ഇവിടെ പ്രകടമായപ്പോൾ ഇവിടെ ആരോട് പറഞ്ഞു ഇത് ഇത്രയും പേരല്ല കാണേണ്ടത്, കുറേ പേരെ വിളിച്ച് കാണിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ വളരെ പരിമിതമായ നമ്പർ നമ്മുടെ ഭാരവാഹികൾ മാത്രമേ ഉള്ളൂ. ഇത് മറ്റുള്ളവരും കൂടെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി കൂടെ ഒരുക്കേണ്ടതായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോൾ എനിക്കും തോന്നി, മറ്റു ചിലർക്കും തോന്നി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വലിയ പ്രയത്നം, പലരും ചോറ് പോലും കഴിക്കാതെ വന്നെന്ന് പറയുണ്ടായി. രാവിലെ ഇറങ്ങി വന്നതാണ്, ഇപ്പോൾ വിശന്നിട്ട് അവിടെ നിന്ന് ഓരോ പൊരിയെടുത്തരത്ത് വായിലിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഈ കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, സാമുദായിക ശാക്തീകരണ വർഷത്തിലൂടെ നമ്മുടെ സഭ കടന്നു പോകുമ്പോൾ വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കിക്കൊണ്ട്, കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട്, കൂടുതൽ വർണ്ണങ്ങൾ ചാർത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാമായി തീരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിരൂപത എല്ലാ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും അമ്മമാരെ സംബന്ധിച്ച് ഈ ഒരു മത്സരം അല്ലെങ്കിൽ ഇതിന് മത്സരം എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ കഴിവ് ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും പ്രകടിപ്പിക്കുവാനും ഉള്ളൊരു നല്ലൊരു അവസരമാണ് മാതൃവേദി എന്ന സംഘടന നിങ്ങൾക്കായിട്ട് ഒരുക്കിത്തുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് വളരെ ഭംഗിയായിട്ടത് ക്രമീകരിച്ചു. ഏതാണ്ട് 8ഓളം ഇടവകയിൽ നിന്ന് നല്ല പങ്കാളിത്തം, ഏറ്റവും നന്നായിട്ട് പലരും ഏറ്റവും നല്ല രീതിയിൽ വേണ്ട ക്രമീകരണം നടത്തി ഇവിടെ നിങ്ങളുടെ ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് നമ്മുടെ പഴയ കാർന്നവന്മാർ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഫുഡുകളാണ് നിങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ തീർച്ചയായും അത് അഭിനന്ദനാർഹമാണ്. പുതിയ തലമുറയും കൂടി ഇത് കാണിക്കേണ്ടതായിരുന്നു. പുതിയ തലമുറ ഫാസ്റ്റ് ഫുഡിലൂടെ കടന്നു പോകുമ്പോൾ പണ്ടത്തെ കാരണവന്മാരുണ്ടാക്കി വീട്ടിൽ കഴിച്ചിരുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ തീർച്ചയായും നമുക്കൊരു നല്ലൊരു അവസരമായിരുന്നു. സാരമല്ല, ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട് എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. അതുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന GBHനെ മാധവിയുടെ മേഖല ഭാരവാഹികളെല്ലാവരെയും അവനെ വേണ്ട പ്രോത്സാഹനം കൊടുത്ത അച്ഛന്മാരെയും ആനിമേറ്റഡ് സിസ്റ്റർമാരൊക്കെ ഇതിൻ്റെ പിറകിൽ ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഭാരവാഹികൾ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ പിറകിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായും നിങ്ങളുടെ ഈ അധ്വാനത്തെ ഞങ്ങൾ വിലമതിക്കുന്നു, അഭിമാനത്തോടെ കാണുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഹാളിൽ അറേഞ്ച് ചെയ്ത എല്ലാ ഫുഡും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളത് ഉണ്ടാക്കി പാചകം ചെയ്ത് ഇവിടെ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രയത്നങ്ങളെ ഞങ്ങൾ അഭിമാനത്തോടെ, അച്ഛന്മാരെ ഞങ്ങളെല്ലാവരും അഭിമാനത്തോടെ കാണുന്നു. നിങ്ങളുടെ അധ്വാനത്തെ ഞങ്ങൾ വിലമതിക്കുന്നു. നിങ്ങൾ എന്നും വീടുകളിൽ ഇതുപോലെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, ജീവിത പങ്കാളികൾക്ക് കൊടുക്കുന്നതാണ് എനിക്കറിയാം. നമുക്കറിയാം ഇന്ന് ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാം, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൂടി നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ പഠിപ്പിക്കണം. ഇന്ന് പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം കുടുംബത്തിൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതാണ്. പല കുടുംബ വഴക്കുകൾക്കും കാരണം അത് ഡൈവേഴ്സ് വരെ എത്തിയ കാര്യങ്ങൾ എനിക്കറിയാം. അവൾ ഉണ്ടാക്കി തരുന്ന സാധനം ഒന്ന് വായി വെച്ചൊന്ന് രുചിച്ച് നോക്കാൻ പോലും കൊള്ളുകേലാത്ത സാധനമാണ് എന്ന് പറഞ്ഞ് കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്നു. എത്ര നല്ല സാധനങ്ങൾ വേണമെങ്കിലും കുടുംബനാഥന്മാർ, ജീവിത പങ്കാളി, ഭർത്താക്കന്മാർ വാങ്ങിച്ചു കൊണ്ടുവരാൻ തയ്യാറാണ്. പക്ഷെ അത് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുവാൻ ഇന്ന് പലർക്കും പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ നാളെ അല്ലെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് നല്ല കുടുംബജീവിതം അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ മക്കളെയൊക്കെ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ പഠിപ്പിച്ചു വിടണം ചെറുപ്പം മുതലേ. അല്ലെങ്കിലുണ്ടല്ലോ നാളെ നിങ്ങൾക്കതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. മാതൃവേദി ചെറുപുഴ മേഖലാ ഡയറക്ടർ ഫാദർ ജിബി കോയിപ്രം, ഫാദർ മാത്യു കല്ലിങ്കൽ, ഫാദർ ജിബിൻ മുണ്ടൻകുന്നേൽ, ഫാദർ നിതിൻ പൂകമല, സിസ്റ്റർ അതുല്യ SAVS, മാതൃവേദി ചെറുപുഴ മേഖലാ പ്രസിഡന്റ് സോജി നെല്ലിക്കൽ, റെക്സി കുറ്റ്യാത്ത്, റോസമ്മ ചാത്തനാട്ട് എന്നിവർ നേതൃത്വം നൽകി.
പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം. ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ്. നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ, കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ. എംസാൻ, പീസാൻ, പാറപ്പൊടി, മെറ്റൽ, ജനൽ, അതിരുതൂൺ, വേലിത്തൂൺ, ഹോളോ ബ്രിക്സ്, ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു. ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു. തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക്, കടുമേനി, മൗക്കോ.